ടെക് ലോകത്തു നിന്നുള്ള വാർത്തകൾ. ഇന്ത്യൻ വിപണിയിൽ വൻ വിജയം നേടിയ ടാറ്റ നെക്സോണിനെ പുതിയ പേരിൽ ആഗോള വിപണിയിലേക്ക്. ദക്ഷിണാഫ്രിക്കയിൽ ടാറ്റ ഓസ്പ്രേ എന്ന പേരിൽ SUVയെ അവതരിപ്പിച്ച് രാജ്യാന്തര സാന്നിധ്യം കൂടുതൽ ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് ടാറ്റ മോട്ടോഴ്സ്. ഇന്ത്യയിൽ വൻ വിജയം നേടിയ ടാറ്റ മോട്ടോഴ്സിന്റെ ജനപ്രിയ SUVയായ നെക്സോൺ ഇനി ദക്ഷിണാഫ്രിക്കൻ വിപണിയിൽ ഓസ്പ്രേ എന്ന പേരിൽ അവതരിപ്പിക്കാൻ ഒരുങ്ങുന്നു. രാജ്യാന്തര വിപണിയിലെ ബ്രാൻഡ് തന്ത്രത്തിന്റെ ഭാഗമായാണ് ഈ പേര് മാറ്റമെന്നാണ് റിപ്പോർട്ടുകൾ. വാഹനത്തിന്റെ ലോഞ്ച് 2026 മൂന്നാം പാദത്തിൽ പ്രതീക്ഷിക്കപ്പെടുന്നു. ഡിസൈനിലും സുരക്ഷയിലും മികച്ച അംഗീകാരം നേടിയ നെക്സോൺ ഇന്ത്യയിൽ 5 സ്റ്റാർ സുരക്ഷാ റേറ്റിംഗ് നേടിയ SUVകളിലൊന്നാണ്. ദക്ഷിണാഫ്രിക്കയിലും ഇതേ സുരക്ഷാ നിലവാരവും പ്രധാന സവിശേഷതകളും നിലനിർത്തിയാണ് വാഹനം അവതരിപ്പിക്കുകയെന്നാണ് സൂചന. പുതിയ പേരിൽ എത്തിയാലും വാഹനത്തിന്റെ ഡിസൈൻ, ടർബോ പെട്രോൾ എഞ്ചിൻ ഓപ്ഷനുകൾ, ആധുനിക ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, അഡ്വാൻസ്ഡ് സേഫ്റ്റി ഫീച്ചറുകൾ എന്നിവയിൽ വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. പ്രാദേശിക വിപണിയുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ചെറിയ മാറ്റങ്ങൾ മാത്രം വരുത്താനാണ് സാധ്യത. ആഗോള വിപണിയിൽ സാന്നിധ്യം കൂടുതൽ ശക്തമാക്കാനുള്ള ടാറ്റ മോട്ടോഴ്സിന്റെ പദ്ധതികളുടെ ഭാഗമായാണ് ഈ നീക്കം. ദക്ഷിണാഫ്രിക്കയിൽ ബ്രാൻഡിന്റെ സ്വീകാര്യത വർദ്ധിപ്പിക്കാനും SUV വിഭാഗത്തിൽ കൂടുതൽ വിഹിതം നേടാനുമാണ് കമ്പനിയുടെ ലക്ഷ്യം. നെക്സോൺ എന്ന വിജയ മോഡൽ പുതിയ പേരിൽ അവതരിപ്പിക്കുന്നത് ടാറ്റയുടെ ആഗോള വിപണി വികസന തന്ത്രത്തിലെ നിർണായക ചുവടുവയ്പായാണ് വിലയിരുത്തപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്റർനെറ്റ് ഇല്ലെങ്കിൽ UPI പേയ്മെന്റ് നടക്കില്ലെന്ന ധാരണ ഇനി മാറും. നെറ്റ്വർക്ക് ഇല്ലാത്ത സാഹചര്യത്തിലും ഫോൺ ഒന്ന് ടാപ്പ് ചെയ്താൽ പണം കൈമാറാൻ കഴിയുന്ന പുതിയ ഓഫ്ലൈൻ UPI ടാപ്പ് ആൻഡ് പേ സംവിധാനം അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് NPCI. ഇന്റർനെറ്റ് ഇല്ലാത്ത സാഹചര്യത്തിലും UPI പേയ്മെന്റുകൾ സാധ്യമാക്കുന്ന പുതിയ സാങ്കേതിക വിദ്യയുമായി മുന്നോട്ടു പോവുകയാണ് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അഥവാ NPCI. NFC അഥവാ നിയർ ഫീൽഡ് കമ്മ്യൂണിക്കേഷൻ സാങ്കേതിക വിദ്യ അടിസ്ഥാനമാക്കിയുള്ള ഓഫ്ലൈൻ ടാപ്പ് ആൻഡ് പേ സംവിധാനമാണ് വികസിപ്പിക്കുന്നത്. ഈ സംവിധാനം നിലവിൽ വന്നാൽ മൊബൈൽ ഫോണിനോ വ്യാപാരിയുടെ പോയിന്റ് ഓഫ് സെയിൽസ് ടെർമിനലിനോ ഇന്റർനെറ്റ് കണക്ഷൻ ഇല്ലെങ്കിലും പണ ഇടപാട് നടത്താൻ കഴിയും. ഉപയോക്താക്കൾ ഫോണിനെ ടെർമിനൽ ടാപ്പ് ചെയ്താൽ മതി, ഇടപാട് പൂർത്തിയാകും. ആദ്യഘട്ടത്തിൽ UPI ലൈറ്റ് ബാലൻസിൽ നിന്ന് പരമാവധി 2000 രൂപ വരെ ഓഫ്ലൈൻ ഇടപാടുകൾക്ക് അനുമതി ലഭിച്ചേക്കുമെന്നാണ് റിപ്പോർട്ട്. ഇതിനായി ഉപയോക്താക്കൾ മുൻകൂട്ടി ഇന്റർനെറ്റ് ലഭ്യമായ സമയത്ത് UPI ലൈറ്റ് വാലറ്റിൽ തുക ലോഡ് ചെയ്യേണ്ടതുണ്ട്. വിമാനയാത്രയ്ക്കിടെ, അതുപോലെ ഭൂഗർഭ മെട്രോ സ്റ്റേഷനുകളിൽ, ഗ്രാമപ്രദേശങ്ങളിൽ നെറ്റ്വർക്ക് ലഭ്യമല്ലാത്ത മറ്റു മേഖലകളിലും ഈ സൗകര്യം ഏറെ പ്രയോജനകരമാകും. പുതിയ സംവിധാനത്തിനായി അനുയോജ്യമായ POS ടെർമിനലുകൾ NPCI സർട്ടിഫൈ ചെയ്യുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ഡിജിറ്റൽ പേയ്മെന്റുകൾ കൂടുതൽ വേഗത്തിലും എളുപ്പത്തിലും എല്ലാവർക്കും ലഭ്യമാക്കാനുള്ള ഇന്ത്യയുടെ നീക്കത്തിൽ മറ്റൊരു നിർണായക ചുവടുവെപ്പാണ് ഈ പുതിയ ഓഫ്ലൈൻ UPI ടാപ്പ് ആൻഡ് പേ സംവിധാനം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കുന്ന കമ്പനികൾക്ക് മുന്നറിയിപ്പുമായി മൈക്രോസോഫ്റ്റ് CEO സത്യ നദല്ല. AIക്ക് കൂടുതൽ വിവരങ്ങൾ നൽകുമ്പോൾ കമ്പനികളുടെ പ്രധാന രഹസ്യ വിവരങ്ങൾ പോലും പുറത്തുപോകാൻ സാധ്യതയുണ്ടെന്നാണ് അദ്ദേഹത്തിന്റെ മുന്നറിയിപ്പ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതിവേഗം വ്യാപകമാകുന്ന സാഹചര്യത്തിൽ കമ്പനികൾ AI ഉപയോഗിക്കുമ്പോൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകി മൈക്രോസോഫ്റ്റ് CEO സത്യ നദല്ല. റിവേഴ്സ് ഇൻഫർമേഷൻ പാരഡോക്സ് എന്ന പുതിയ ആശയമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. AI സേവനങ്ങൾ ഉപയോഗിക്കുന്ന കമ്പനികൾ ബുദ്ധിശക്തിക്കായി പണം നൽകുന്നതിനു പുറമെ സ്വന്തം സ്ഥാപനത്തിന്റെ ഏറ്റവും വിലപ്പെട്ട അറിവും പ്രവർത്തന രീതികളും അറിയാതെയാണ് AI കമ്പനികൾക്ക് കൈമാറുന്നതെന്ന് നദല്ല പറയുന്നു. മികച്ച ഫലം ലഭിക്കാൻ സ്ഥാപനങ്ങൾ നൽകുന്ന പ്രോംപ്റ്റുകളും തിരുത്തലുകളും വർക്ക് ഫ്ലോകളും AI മോഡലുകൾക്ക് കൂടുതൽ പഠിക്കാനുള്ള അവസരമാകുന്നുവെന്നാണ് അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ. നോബൽ സമ്മാന ജേതാവായ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ കെന്നത്ത് ആരോ അവതരിപ്പിച്ച ഇൻഫർമേഷൻ പാരഡോക്സ് എന്ന ആശയത്തിന്റെ വിപരീത രൂപമാണ് ഇതെന്ന് നദല്ല വിശദീകരിക്കുന്നു. മുൻപ് വിവരങ്ങൾ വിൽക്കുന്നവർക്കായിരുന്നു നഷ്ടസാധ്യതയെങ്കിൽ AIയുടെ കാലത്ത് വിവരങ്ങൾ വാങ്ങുന്നവരാണ് സ്വന്തം രഹസ്യ അറിവുകൾ വെളിപ്പെടുത്തേണ്ടി വരുന്നതെന്നാണ് ഈ സാഹചര്യത്തിൽ സ്ഥാപനങ്ങൾ സ്വന്തം ഡാറ്റയ്ക്കും AI ഉപയോഗത്തിലൂടെ സൃഷ്ടിക്കപ്പെടുന്ന അറിവിനും ശക്തമായ സംരക്ഷണ അതിരുകൾ ഒരുക്കണമെന്നും ഒരൊറ്റ AI സേവനദാതാവിനെ മാത്രം ആശ്രയിക്കാതെ സ്വന്തം നിയന്ത്രണത്തിലുള്ള AI സംവിധാനങ്ങൾ വികസിപ്പിക്കണമെന്നും നദല്ല നിർദ്ദേശിക്കുന്നു. ഭാവിയിൽ AI ഉപയോഗം വർദ്ധിക്കുമ്പോൾ സ്ഥാപനങ്ങളുടെ ബൗദ്ധിക സ്വത്തും മത്സരാധിഷ്ഠിത നേട്ടവും സംരക്ഷിക്കുന്നതാകും ഏറ്റവും വലിയ വെല്ലുവിളിയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.